ഹായ് ഡിയേഴ്സ്, ചന്ദേരി ഫാബ്രിക്കിൽ തന്നെ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷനാണ്. നല്ല ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ. ഒരു കൈൻഡ് ഓഫ് ലക്നവി വർക്കാണ് ഇതിൽ കൊടുത്തേക്കുക. ലക്നവി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. എക്സ്പെൻസീവ് ഒന്നുമല്ല, 1095 റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക. ഇതിൽ കുറച്ചുകൂടെ കുറഞ്ഞേനെ, ബട്ട് ഇതിൽ നമ്മളിപ്പം ബോട്ടം ആൻഡ് ഇന്നറും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ 1095 റേഞ്ചിലാണ് ലക്നവി വർക്ക് വന്നിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ്സിലുള്ള നല്ലൊരു കളക്ഷനാണ്. സോ ഇപ്പോൾ ഫസ്റ്റ് വൺ ഇതുപോലെയാണ്, എല്ലാം ലൈറ്റ് ആയിട്ട്, ഭയങ്കര ഡാർക്ക് അല്ല. വീഡിയോയിൽ ഇത് വീണ്ടും പീസ്റ്റിലായിരിക്കും. പീച്ച് ഷെയ്ഡാണ്. പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം പീച്ച് കളറാണ്, ഒരു പീസ്റ്റൽ പീച്ച്, അതായത് ഓഫ് വൈറ്റിൻ്റെ ഒരു മിക്സ് വരുന്ന പോലെ നിൽക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് ഇതിൽ. സോ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. ദുപ്പട്ട നെറ്റിൽ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്കും സീക്വൻസിങ് വർക്കും കൊടുത്തിട്ടുണ്ട്. നോർമൽ ലെങ്തേ വരുള്ളൂ. ആൻഡ് ബോട്ടോ ആൻഡ് ഇന്നറും ഇതിൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ അടുത്ത ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് ആണ്. എല്ലാം ബേബി ആയിട്ടുള്ള പിസ്റ്റൽ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് കൊടുത്തേക്കുക. പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ്സ്, എന്നാലും കാണാൻ നല്ലൊരു ഗെറ്റപ്പാണ്. നല്ല ഹെവി ആയിട്ട് ലക്നവി വർക്ക് യോക്കിൽ. ബാക്കി പോർഷൻസിൽ ഇങ്ങനെ ഇതുണ്ടോ ഡീറ്റെയിലിംഗ് ഇങ്ങനെ ഇടയ്ക്കൂടി എല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തൊരു ചെറിയ ലേസ് ബോർഡർ അറ്റാച്ച് ഡാമിനിൽ പോയിട്ടുണ്ട്. പിന്നെ നോർമൽ ലെങ്ത് ഒക്കെ വരുന്ന ഐറ്റംസിന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസ് ആയിട്ട് കിടക്കുന്ന ബോട്ടം ആണെങ്കിൽ നമുക്ക് ഒത്തിരി ലെങ്ത് കുറവുള്ള ആ ഒരു ഫീല് വരത്തില്ല. ഇതൊക്കെ മാർക്കറ്റ് ലെങ്തിൽ വരുന്ന ഐറ്റംസ് ആണ്. ലുക്ക്. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബാക്ക് പ്ലെയിൻ ആയിട്ട് വരും. ചന്ദേരി ഫാബ്രിക് ആണ്. ഡെയിലി വെയറിനും നല്ല കംഫർട്ടബിൾ ആൻഡ് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ അതൊരു മാർക്കറ്റ് ലെങ്തിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ച്. നല്ല ഐറ്റമാണ്, ഹെവി ഉണ്ടോ, നല്ല ഹെവി ആയിട്ട് തന്നെ ലക്നവി വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി പോർഷൻസിലും ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഓൾ ഓവർ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ലേസ് അറ്റാച്ച്മെന്റും കൊടുത്തിട്ടുണ്ട്. എല്ലാം വൈറ്റ് ബേസ് ആയിട്ടാണ് ഈ എംബ്രോയിഡറിയും ലേസ് അറ്റാച്ച്മെന്റും ഒക്കെ വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കാണ് ഓരോ കളേഴ്സും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് അല്ല, ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. എന്നാലും ഒരു കളർ ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു നല്ലൊരു കളർ ടോൺസ് ആണ് കൊടുത്തേക്കുക. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു ദുപ്പട്ട വന്നിട്ട് നെറ്റ് ഫാബ്രിക് ആണ്. കാണുമ്പോൾ നമുക്കൊരു ഓർഗൻസ ഫീൽ ഉണ്ടെങ്കിലും നെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒതുങ്ങി യൂസ് ചെയ്യാം. അതിലും ഫുള്ള് വർക്ക് ഉണ്ട്, വോട്ട് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബോട്ടോ ആൻഡ് ഇന്നറും ഉണ്ട്. സോ ഇതാണ് ലാസ്റ്റ് കളർ. വീഡിയോയിൽ നിങ്ങൾ ബ്ലൂ ആയിട്ടായിരിക്കും കാണുക. ബ്ലൂ അല്ല, സീ ഗ്രീൻ ബേസ് ആയിട്ടുള്ള കളറാണ്. അതിനകത്ത് ചെറിയ ബ്ലൂവിൻ്റെ ബ്ലണ്ട് ഉണ്ടെങ്കിലും എന്നിട്ട് കാണുമ്പോൾ ഒരു സീ ഗ്രീൻ ഹൈലൈറ്റഡ് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പം പൊക്കമുള്ളവരെ സംബന്ധിച്ചുള്ള ഒരു മാർക്കറ്റ് ഡിസൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫുൾ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ബോട്ടം കുറച്ച് ലൂസ് ആയിട്ടുള്ള സ്റ്റൈൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ലെങ്ത് കുറവുണ്ടെന്നുള്ള ആ ഒരു ഫീല് വരികയില്ല. നോർമൽ രീതിയിൽ തന്നെ തോന്നും. ഈ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ലെഗിൻസ് പോലത്തെ ഇടുമ്പോഴാണ് നമുക്ക് ഭയങ്കര നോക്കുമ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെ തോന്നുക. അപ്പം അങ്ങനെ ഒരു തോന്നൽ വരുമല്ലോ ഇങ്ങനത്തെ മാർക്കറ്റ് ഡിസൈൻസ് എടുക്കേണ്ടവർക്ക്. അപ്പം അല്ലാത്തവർക്കാണെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലക്നവി വർക്കാണ്. ദുപ്പട്ടയാണെങ്കിലും നല്ല ഹെവി ആയിട്ട് പ്രീമിയം സ്റ്റൈൽ തന്നെയാണ് എൻ്റെ വർക്ക് പോയേക്കോ. ബഡ്ജറ്റ് റേഞ്ച് ആണ്. With bottom and inner sandroom, 1095 with free shipping. Thank you.